നമുക്കിന്ന് ക്രിച്ചസ് വോൾട്ടേജ് ലോയെയും ക്രിച്ചസ് കറണ്ട് ലോയെ പറ്റി നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ക്രിച്ചസ് കറണ്ട് ലോ ആൻഡ് ക്രിച്ചസ് വോൾട്ടേജ് ലോ. ഫസ്റ്റ് ക്രിച്ചസ് കറണ്ട് ലോ. ഇതിൽ ഫസ്റ്റ് ലോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ ഫസ്റ്റ് ലോ ഓർ ക്രിച്ചസ് കറണ്ട് ലോ or shortly KCL. It is also known as the laws of conservation of charges. കറണ്ട് ലോയെ നമ്മൾ വേറൊരു പേരിൽ കൂടെ അറിയപ്പെടാം ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജസ്. ഇനി ക്രിച്ചസ് വോൾട്ടേജ് ലോ. ക്രിച്ചസ് വോൾട്ടേജ് ലോയെ ഷോർട്ടായിട്ട് നമ്മൾ KVL എന്നെഴുതും. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. Then next first one Kirchhoff's current law. It's also known as laws of conservation of charges. ഈ ഫിഗറിലേക്ക് നോക്കുക. ഈ ഫിഗറിൽ ഒരു നോഡ് അല്ലെങ്കിൽ ഒരു ജംഗ്ഷൻ അതിലേക്ക് കറണ്ട് എൻട്രി ചെയ്യുന്നുണ്ട്. അതായത് കറണ്ട് ടുവേഴ്സ് ദ ജംഗ്ഷൻ എന്ന് പറയുന്നത് I1, I2, I3 എന്ന് പറയുന്ന 3 കറണ്ടുകളാണ് ജംഗ്ഷനിലേക്ക് വരുന്നത്. ഔട്ട് ഗോയിങ് കറണ്ട്സ് എന്ന് പറയുന്നത് I4 ആൻഡ് I5. അത് നോഡിൽ നിന്ന് അല്ലെങ്കിൽ ജംഗ്ഷനിൽ നിന്ന് എക്സ്റ്റേണലായിട്ട് എവേ ഫ്രം ദ ജംഗ്ഷനാണ്. അപ്പോൾ ഈ ക്രിച്ചസ് കറണ്ട് ലോ പറയുന്നതെന്ന് വെച്ചാൽ ദ ടോട്ടൽ കറണ്ട് എൻറ്ററിങ് ദ ജംഗ്ഷൻ ഓർ എ നോഡ് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ദ ടോട്ടൽ കറണ്ട് ലിവിങ് ദ നോഡ്. അപ്പോൾ അതായത് I1 പ്ലസ് I2 പ്ലസ് I3 ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ട് I4 പ്ലസ് I5. അതായത് സം ഓഫ് ഇൻകമിങ് കറണ്ട് ഈസ് ഈക്വൽ ടു സം ഓഫ് ഔട്ട് ഗോയിങ് കറണ്ട്. ഇനി ക്രിച്ചസ് കറണ്ട് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ടോട്ടൽ കറണ്ട് ഓർ ചാർജസ് എൻറ്ററിങ് എ ജംഗ്ഷൻ ഓർ നോഡ് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ദ ചാർജസ് ലിവിങ് ദ നോഡ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഇക്വേഷനെ ഒന്ന് റീറൈറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ എഴുതിയ ഇക്വേഷൻ I1 പ്ലസ് I2 പ്ലസ് I3 ഈസ് ഈക്വൽ ടു I4 പ്ലസ് I5. ഈ I4നെയും I5നെയും ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? I1 പ്ലസ് I2 പ്ലസ് I3 വിൽ ബി ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് I3 മൈനസ് I4 മൈനസ് I5 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ ഇവിടെ ഇതിനെയാണ് നമ്മൾ ഓൾജിബ്രൈക്ക് സം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഡയറക്ഷൻ കൂടെ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇൻകമിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ I1, I2, I3, ഔട്ട് ഗോയിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ I4, I5. അപ്പോൾ അത് ടു ദ എക്സ്റ്റേണൽ ഡിവൈസാണ്. അത് നമ്മൾ ടുവേഴ്സ് ദ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഡയറക്ഷൻ മാറ്റി പറയണം. മൈനസ് I5ഉം മൈനസ് I4ഉം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിനാണ് ഓൾജിബ്രൈക്ക് സം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സൈൻ പരിഗണിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഓൾജിബ്രൈക്ക് സം എന്ന് കൺസിഡർ ചെയ്യുന്നത്. സോ ദ ഓൾജിബ്രൈക്ക് സം ഓഫ് കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു 0. ദറ്റ് ഈസ് സിഗ്മ ഓഫ് I ഓഫ് k ഈസ് ഈക്വൽ ടു 0. ദിസ് ഈസ് ദ ക്രിച്ചോഫ്സ് കറണ്ട് ലോ. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ആദ്യം നമ്മൾ പറഞ്ഞ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ടോട്ടൽ ഇൻകമിങ് കറണ്ട് ഈക്വൽ ടു സം ഓഫ് ദ ഔട്ട് ഗോയിങ് കറണ്ട്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾജിബ്രയ്ക്ക് സം ഓഫ് ദ കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു 0. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇതിനെ എഴുതാം. നെക്സ്റ്റ് ഈസ് ദ ക്രിച്ചസ് വോൾട്ടേജ് ലോ ഓർ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. നമുക്ക് ഫിഗറിലേക്ക് നോക്കുക. അവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് VS ഉണ്ട്. R1, R2 രണ്ട് റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. Then the current I passes through these circuits. അപ്പോൾ ഇവിടെ നമ്മൾ എപ്പോഴും ഡയറക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ സിമ്പിളായിട്ട് ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ വോൾട്ടേജിനെ R1 നെക്രോസ് ആയിട്ടും R2 നെക്രോസ് ആയിട്ടും ഡ്രോപ്പ് ചെയ്യുന്നു. അതായത് ടോട്ടൽ വോൾട്ടേജ് VS വിൽ ബി ഈക്വൽ ടു വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് R1 പ്ലസ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് R2. നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്കിങ്ങനെ എഴുതാം. VS ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് R1 എന്ന് പറയുന്നത് I ഇൻറ്റു R1 പ്ലസ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് R2 എന്ന് പറയുന്നത് I ഇൻറ്റു R2. ദാറ്റ് ഈസ് VS ഈസ് ഈക്വൽ ടു IR1 പ്ലസ് IR2. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? means the Kirchhoff's voltage law or KVL states that in any closed path or closed loop network the total voltage around the loop is equal to the sum of all the voltage drops within the same loop.
അതായത് ഇവിടെ നമ്മൾ ഈ ഒരു മെഷ് അല്ലെങ്കിൽ എപ്പോഴും പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വോൾട്ടേജ് ലോ പറയുമ്പോഴത്തേക്ക് മെഷ് അല്ലെങ്കിൽ ക്ലോസ്ഡ് പാത്ത് എന്നുള്ള സ്പെസിഫിക് ആയിട്ട് പറയണം. സിമിലർലി കറണ്ട് നമ്മൾ ക്രിച്ചസ് കറണ്ട് ലോയിൽ എന്താണ് പറയുന്നത്? അറ്റ് എ ജംഗ്ഷൻ ഓർ എ നോഡ്. അപ്പോൾ ഇവിടെ ക്രിച്ചസ് വോൾട്ടേജ് സ്റ്റേറ്റ് ദാറ്റ് ഇൻ എനി ക്ലോസ്ഡ് പാത്ത് ഓർ ക്ലോസ്ഡ് മെഷ് ദ ടോട്ടൽ വോൾട്ടേജ് അറൗണ്ട് ദ ലൂപ്പ്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഈക്വൽ ടു സം ഓഫ് ദ വോൾട്ടേജ് ഡ്രോപ്സ് വിതിൻ ദ സെയിം ലൂപ്പ്. അപ്പോൾ ഓരോ കമ്പോണൻറ്റിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആഡ് ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും. ഇനി നമ്മൾ ഈ ഇക്വേഷനെ തന്നെ ഒന്ന് റിറൈറ്റ് ചെയ്ത് എഴുതാൻ പോവുകയാണ്. ഇതിനെ ഈ ക്രിച്ചസ് ലോയെ തന്നെ വേറൊരു ഫോമിൽ നമുക്ക് എഴുതാം. അതുകൊണ്ടാണ് ഈ IR1നെ IR2നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക ഇക്വേഷൻ്റെ. അപ്പോൾ എങ്ങനെ ഇക്വേഷൻ വരും? VS മൈനസ് IR1 മൈനസ് IR2 ഈക്വൽ ടു 0. അപ്പോൾ ഇതിനനുസരിച്ച് നമുക്കിതിനെ എങ്ങനെ ഒരു വേർഡിൽ എഴുതാം? The KVL states that algebraic sum of all the voltages within the loop or a closed circuit must be equal to 0. അപ്പോൾ അവിടെ നോക്കുക, ഓൾജിബ്രേക്ക് സം ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് കീവേഡ്. അപ്പോൾ ഇവിടെ നോക്കുക, ഓൾജിബ്രേക്ക് സം എന്ന് പറയുമ്പോഴത്തേക്ക് നേരത്തെ ഞാൻ പറഞ്ഞതാണ് ഡയറക്ഷൻ പരിഗണിക്കണം. അപ്പോൾ VS മൈനസ് IR1 മൈനസ് IR2 ഈസ് ഈക്വൽ ടു 0. ദിസ് ഈസ് ഓൾസോ നോൺ ആസ് കൺസർവേഷൻ ഓഫ് എനർജി or sigma V of k is equal to 0. That is algebraic sum of all the voltages equal to 0. This is the Kirchhoff's voltage law. അപ്പോൾ കറണ്ട് ലോയെ നമുക്ക് രണ്ട് ഫോമിൽ എഴുതാം, വോൾട്ടേജ് ലോയെ നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. എപ്പോഴും ഫസ്റ്റ് നമ്മൾ സർക്യൂട്ട് വരയ്ക്കുക. നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലത്തിനനുസരിച്ച് സർക്യൂട്ട് വരയ്ക്കുക. പിന്നെ ബാറ്ററിയുടെ അല്ലെങ്കിൽ സോഴ്സിൻ്റെ വോൾട്ടേജ് പൊളാരിറ്റി മാർക്ക് ചെയ്യണം. മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യുന്നത് സ്പെസിഫൈ ദ ലൂപ്പ് കറണ്ട്. അത് നമുക്ക് ക്ലോക്ക് വൈസിലും എടുക്കുക, ആൻറ്റി ക്ലോക്ക് വൈസിലും ഏതാണോ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ നമ്മൾ മാർക്ക് ചെയ്യുക. നോർമലി നമ്മൾ എപ്പോഴും എടുക്കുന്നത് ക്ലോക്ക് വൈസ് പോസിറ്റീവ് ഡയറക്ഷനായിട്ട് ക്ലോക്ക് വൈസിലാണ് നമ്മൾ കറണ്ട് മാർക്ക് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്ലസ് സൈൻ ഈസ് ഡ്രോൺ ഫ്രം ദ സൈഡ് ഓഫ് ദ റെസിസ്റ്റൻസ് ഫ്രം ദ കറണ്ട് എൻറ്റേഴ്സ് ദ റെസിസ്റ്റൻസ്. അതായത് നമ്മൾ ഈ തൊട്ട് മുമ്പ് വരച്ച ആ ക്ലോസ്ഡ് പാത്ത് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ആ കറണ്ട് എൻട്രി ചെയ്യുന്ന റെസിസ്റ്ററിലേക്ക് കറണ്ട് എൻട്രി ചെയ്യുന്ന പോയിൻറ്റിന് പ്ലസ് ഒന്നും കറണ്ട് ലീവ് ചെയ്യുന്ന പോയിൻറ്റിന് മൈനസ് ഒന്നും കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അതായത് നൗ വി ട്രാവൽ അലോങ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് while traveling from plus sign to minus sign there is a fall in potential. അപ്പോൾ ഒരു വോൾട്ടേജ് സോഴ്സിലാണെങ്കിൽ നമ്മൾ ഡയറക്ഷൻ മൂവ് ചെയ്യുന്നത് പ്ലസ്സിൽ നിന്ന് മൈനസിലേക്കാണെങ്കിൽ ഫോൾ ഇൻ പൊട്ടൻഷ്യൽ ആയിട്ടായിരിക്കും. അപ്പോൾ നമ്മളവിടെ മൈനസ് സൈൻ കൺസിഡർ ചെയ്യണം. വൈൽ ട്രാവലിംഗ് ഫ്രം നെഗറ്റീവ് സൈൻ ടു പോസിറ്റീവ് സൈൻ, ഒരു എക്സ്റ്റേണൽ വോൾട്ടേജ് സോഴ്സിൻ്റെ പോസിറ്റീവ് സൈനിൽ നിന്നും നെഗറ്റീവ് സൈനിൽ നിന്നും പോസിറ്റീവ് സൈനിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഗെയിൻ ഇൻ പൊട്ടൻഷ്യലാണ്. അപ്പോൾ നമ്മളത് പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യും. ദെൻ ഫോർ എക്സാമ്പിൾ ഇൻ ദി സർക്യൂട്ട് ഇവിടെ നോക്കുക, നമ്മളൊരു പ്ലസ് പൊളാരിറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട് വോൾട്ടേജ് സോഴ്സിൻ്റെ പ്ലസ് മൈനസ്. അപ്പം നമ്മൾ A to B ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഈ ഇത് സോഴ്സ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആയിട്ട് എടുക്കും. ബിക്കോസ് ഇറ്റ് ഈസ് മൂവ്സ് എലോങ് ദ ഡയറക്ഷൻ മൈനസ് ടു പോസിറ്റീവ്. അപ്പോൾ ഗെയിൻ ഇൻ പൊട്ടൻഷ്യൽ. ഇനി ഈ വോൾട്ടേജ് റെസിസ്റ്ററിൻ്റെ വോൾട്ടേജ് സോഴ്സ് അതിൻ്റെ പൊളാരിറ്റി മാർക്ക് ചെയ്യണം. അപ്പോൾ അവിടെ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യുന്ന പോയിൻറ്റിന് പ്ലസ് ഒന്നും നമ്മൾ ലീവ് ചെയ്യുന്ന പോയിൻറ്റിന് മൈനസ് ഒന്നും മാർക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇവിടെ +2 മൈനസ് ആണ് നമ്മുടെ മൂവ്മെൻറ്റ്. സോ ദാറ്റ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും മൈനസ് വാല്യൂ, ബിക്കോസ് വി മൂവ്സ് ഫ്രം പോസിറ്റീവ് ടെർമിനൽ ടു ദ നെഗറ്റീവ് ടെർമിനൽ. നെക്സ്റ്റ് C to D കൺസിഡർ ചെയ്യുമ്പോഴോ again we moves from negative battery terminal to the positive battery terminal. അവിടെ ഗെയിൻ ഇൻ പൊട്ടൻഷ്യലാണ്. സോ അത് പ്ലസ് സൈനായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇതിനനുസരിച്ച് നമുക്ക് എങ്ങനെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ നോക്കാം. ഇവിടെ നോക്കുക, ഈ സർക്യൂട്ടിലെ നമ്മൾ ഈ ലൂപ്പ് കൺസിഡർ ചെയ്യുക. ABCD എന്ന് പറയുന്ന ലൂപ്പ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, സ്റ്റാർട്ടിങ് ഫ്രം പോയിൻറ്റ് A ദാറ്റ് ഈസ് +10 volt. This V moves from minus terminal of the battery to the plus terminal, means +10. Then next resistor from plus to minus, it's a fall in potential, therefore minus IR drop. Then again towards minus C to D move ചെയ്യുമ്പോൾ polarity minus to plus, that is plus
ഗെയിൻ ഇൻ പൊട്ടൻഷ്യലാണ്. സോ പ്ലസ്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? 10 മൈനസ് IR പ്ലസ് 5 ഈസ് ഈക്വൽ ടു 0. ഈ ആറിൻ്റെ വാല്യൂ നമുക്ക് 10 ഓം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 10I ഇസ് ഈക്വൽ ടു 15 ഓർ I ഇസ് ഈക്വൽ ടു 1.5 ആംപിയർ എന്ന് നമുക്ക് സോൾവ് ചെയ്യാം. ഇങ്ങനെയാണ് എല്ലാ ഇക്വേഷനും സോൾവ് ചെയ്യുന്നത്. ഒരു സിമ്പിളായിട്ട് വോൾട്ടേജിലോ അല്ലെങ്കിൽ കറണ്ടിലോ ചോദിച്ചു കഴിഞ്ഞാൽ ആ സിമ്പിളായിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. ഓക്കെ, മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത സെഷനിൽ നമ്മൾ ഇതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനെ പറ്റി പഠിക്കാം. ഓക്കെ, താങ്ക് യു.